നമ്മൾ ഈ വീഡിയോയിൽ അൺകവർ ചെയ്യാൻ പോകുന്ന രണ്ട് ഫാക്റ്റുകളാണ്. ലെറ്റ് മീ എക്സ്പ്ലെയിൻ ഫസ്റ്റ് ടു യു വൈ യു ഷുഡ് ബി ചൂസിങ് ദ കമ്പനി വിത്ത് ദ ഹയസ്റ്റ് സാലറി. എന്ത് കാരണം കൊണ്ടാണ് നിങ്ങൾ കമ്പനി വിത്ത് ഹയസ്റ്റ് സാലറി ചൂസ് ചെയ്യേണ്ടതെന്ന്. അതിന് ഇറ്റ്സ് എ വെരി ഓബ്വിയസ് ആൻസർ. ഏറ്റവും കൂടുതൽ പൈസ തന്നെ കമ്പനി ചൂസ് ചെയ്യണത് അങ്ങനെയാണല്ലോ. പക്ഷേ ഇറ്റ്സ് മോർ ദാൻ ദാറ്റ്. കാരണം ഇപ്പോൾ നിങ്ങൾക്ക് ഒരു കമ്പനിയിൽ നിന്ന് ഓഫർ ലെറ്റർ കിട്ടുന്ന സമയത്ത് നിങ്ങളുടെ ആദ്യത്തെ പാക്കേജ് തന്നെ ചിലപ്പോൾ 3.5 ആവാം ഒരു കമ്പനി, വേറെ കമ്പനി എന്നത് 7.5 ആവാം. നിങ്ങളിപ്പോൾ 7.5 പാക്കേജ് തന്നെ ഒരു കമ്പനി നിങ്ങൾ അക്സെപ്റ്റ് ചെയ്തു എന്ന് ഓർത്തു. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ അവിടെ നിന്ന് എക്സ്പീരിയൻസ് ആയി കഴിഞ്ഞിട്ട് ഒരു 1-2 വർഷത്തിന് ശേഷം നിങ്ങൾ ജമ്പ് ചെയ്യുമ്പോൾ നിങ്ങളുടെ അടുത്ത കമ്പനിയിൽ നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്ന സാലറി എന്ന് വെച്ചാൽ ഈ 7.5 ലാക്സ് പെർ ആനത്തിൻ്റെ സാലറി വെച്ചിട്ടായിരിക്കും നിങ്ങൾ നെഗോഷിയേറ്റ് ചെയ്യാൻ പോകുന്നത്. ടു ബി ഓണസ്റ്റ്, നമുക്കിപ്പോൾ കിട്ടുന്ന ഫസ്റ്റ് സാലറി ഭയങ്കര ഹൈ ആണെങ്കിൽ അത് കഴിഞ്ഞിട്ടുള്ള നമ്മുടെ കരിയർ പ്രോഗ്രഷനിൽ അതിലും നല്ല ഹൈ സാലറി കിട്ടാനുള്ള സാഹചര്യങ്ങൾ മാത്രമേ ഉള്ളൂ. അതൊന്നും കുറയാൻ സാധ്യതയില്ല. ഇപ്പോൾ നിങ്ങൾ 7.5 വെച്ചിട്ടാണ് നിങ്ങൾ സ്റ്റാർട്ട് ചെയ്തെങ്കിൽ ഇറ്റ്സ് ഓബിയസ്ലി ഗോയിങ് ടു ഇൻക്രീസ് ടു 12, 15, 10 വാട്ട് എവർ. ഇറ്റ്സ് നോട്ട് ഗോയിങ് ടു കം ഡൗൺ മോസ്റ്റ് പ്രോബബ്ലി. അപ്പോൾ നിങ്ങളിപ്പോൾ ഒരു കമ്പനി ചൂസ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് ഫസ്റ്റായിട്ട് തന്നെ ഒരു ഹൈ സാലറി കിട്ടുവാണെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു ബി എ ബിഗ് അഡ്വാൻറ്റേജ് ഫോർ യു ഇൻ യുവർ എൻറ്റയർ കരിയർ. പക്ഷെ അതേ സമയത്ത് 3.5 ലാക്സ് പെർ ആനം ഏൺ ചെയ്യുന്ന ഒരാൾക്ക് ഡയറക്റ്റ് 7 അല്ലെങ്കിൽ പിന്നെ ഈ പറഞ്ഞ 12 കയറാനായിട്ട് നല്ല പാടായിരിക്കും. അതുകൊണ്ട് തന്നെ എൻ്റെ കരിയറിൽ ഞാൻ കണ്ടിട്ടുള്ളത് തുടക്കത്തിൽ എത്രയും ഹൈ സാലറി ഇനീഷ്യലി കിട്ടുന്നു അത് ഭയങ്കര ഒരു ബോണസ് ആയിരിക്കും ഫോർ ദ ഫർദർ കരിയർ പ്രോഗ്രഷൻ. അത്രയും ഹൈക്സ് കൂടുതൽ പ്രതീക്ഷിക്കാം നമുക്ക് ഇനീഷ്യൽ സാലറി ഹൈ ആണെങ്കിൽ. Now let me explain why high salaried job might not be the best for you. Sometimes there could be a catch. നമ്മൾ തുടക്കത്തിൽ തന്നെ ഒരു ഹൈ സാലറീഡ് ജോബ് കയറുന്നതിൽ ഒരു പ്രശ്നമില്ല. ബട്ട് ബെയർ ഇൻ മൈൻഡ് ദീസ് ഹൈ സാലറീഡ് ജോബ്സ് ഷുഡ് സാറ്റിസ്ഫൈ 2 conditions that is going to sustain your career. The first one is work-life balance. കേൾക്കുമ്പോൾ ഭയങ്കര സിമ്പിളായിട്ട് തോന്നും. പക്ഷേ നിങ്ങൾക്ക് ഹൈ സാലറി ഒരു കമ്പനി തരുന്നുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ അത്രയും വർക്ക് നിങ്ങളെ കൊണ്ട് ചെയ്യിപ്പിക്കാൻ കാണുമായിരിക്കും. സോ നിങ്ങൾക്കിപ്പോൾ ഹൈ സാലറി കിട്ടുന്നുണ്ട് പക്ഷേ വർക്ക് ലൈഫ് ബാലൻസ് കിട്ടുന്നില്ലെങ്കിൽ യു ആർ ഡൂയിങ് വർക്ക് അറ്റ് വാട്ട് കോസ്റ്റ്? അതിനുള്ളൊരു ഉത്തരം നിങ്ങൾ ആദ്യം കണ്ടുപിടിക്കണം. സോ ഫൈൻഡ് എ കമ്പനി ദാറ്റ് പ്രൊവൈഡ്സ് യു വിത്ത് വർക്ക് ലൈഫ് ബാലൻസ്. കമ്പനീൻ്റെ കൾച്ചർ എങ്ങനെയാണ്? നിങ്ങൾക്ക് ഇപ്പോൾ ഹൈ സാലറി കിട്ടുന്നതിന് നിങ്ങൾക്ക് എന്തെങ്കിലും കോമ്പൻസേറ്റ് ചെയ്യണമെന്ന് നിങ്ങൾ ആദ്യം മനസ്സിലാക്കണം. So the first condition that is to be satisfied is work-life balance. If you have proper work-life balance, the first check is complete. The second and the most underrated check of all time, research and development opportunities തരുന്നുണ്ടോ എന്ന് നിങ്ങൾ അന്വേഷിക്കണം. What that means is നിങ്ങൾക്ക് ഒരു ഷോർട്ട് ടേമിൽ നിങ്ങൾക്ക് ചിലപ്പോൾ ഹൈ സാലറി കിട്ടുന്ന ഒരു കമ്പനി നിങ്ങൾക്ക് കിട്ടുവാണെങ്കിൽ ഇറ്റ് മൈറ്റ് ബി ബെനിഫിഷ്യൽ ഫോർ യു. പക്ഷേ നിങ്ങൾക്ക് അവിടെ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് അല്ലെങ്കിൽ പിന്നെ മുമ്പോട്ടേക്കുള്ള കാര്യങ്ങൾ എക്സ്പ്ലോർ ചെയ്യാം, പുതിയ ടെക്നോളജികൾ പഠിക്കാനുള്ള ഒരു അവസരം ആ കമ്പനി തരുന്നില്ലെങ്കിൽ യു വിൽ ബി സ്റ്റക്ക് വിത്ത് ദാറ്റ് ഹൈ സാലറീഡ് ജോബ് ഫോർ എ വൈൽ. ആ സമയം കൊണ്ട് നിങ്ങളുടെ പിയേഴ്സ് അല്ലെങ്കിൽ പിന്നെ പുറകിൽ കിടക്കുന്ന ആൾക്കാർ പുതിയ പുതിയ ടെക്നോളജി പഠിച്ച് പുതിയ പുതിയ റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കൊടുക്കുന്ന കമ്പനികളിലൊക്കെ വർക്ക് ചെയ്ത് അവർക്ക് അവരുടെ കരിയറിൽ പ്രോഗ്രസ് ചെയ്യാൻ പറ്റുമായിരിക്കും. സോ നിങ്ങൾക്ക് അങ്ങനെ ഒരു അവസരം നിങ്ങളുടെ കമ്പനി തരുന്നില്ലെങ്കിൽ ദാറ്റ് ഹൈ സാലറീഡ് ജോബ് ഇസ് നോട്ട് ദാറ്റ് ഗ്രേറ്റ് ഫോർ യു ബിക്കോസ് ഓൺ ദ ലോങ് ടേം ഇറ്റ് മൈറ്റ് be actually bad for you even if it pays well. So that was a message that I wanted to convey today. High salaried jobs are obviously amazing. It is a big stepping stone. നിങ്ങൾ ആദ്യം തന്നെ കരിയർ തുടങ്ങുകയാണെങ്കിൽ നിങ്ങൾക്ക് ഒരു ഹൈ സാലറി ജോബ് ഉണ്ടെങ്കിൽ ഇറ്റ് ഈസ് ഗോയിങ് ടു പ്രോഗ്രസ് യു ആൻഡ് ഗെറ്റ് യു ലോട്ട് മോർ ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് ലോട്ട് മോർ ഹൈക്സ് ഇൻ ദ ഫ്യൂച്ചർ. പക്ഷേ അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ബെയർ ഇൻ മൈൻഡ് it satisfied these 2 conditions. The first one is it gives you work-life balance, and the second one is it gives you ample research and development opportunities in order to progress your career. So when you're in such crossroads, just remember this: long-term goals over short-term goals always. And also നിങ്ങൾക്ക് ഒരു ഹൈ സാലറിയുള്ളൊരു ജോബ് കിട്ടുന്നുണ്ട്, അതിൻ്റെ ഒപ്പം നിങ്ങൾക്ക് വർക്ക് ലൈഫ് ബാലൻസ് ആൻഡ് റിസർച്ച് ആൻഡ് ഡെവലപ്മെൻറ്റ് കിട്ടുന്ന ഒരു കമ്പനി കിട്ടുവാണെങ്കിൽ യു ലക്കി ഗൈസ്. I hope everyone has that. So I just wanted to answer this question to you guys, and if you want to watch more videos, do subscribe, do like and comment on this video and share your thoughts as well. And ഇത് പറയാനായിട്ട് എനിക്ക് എന്ത് എക്സ്പീരിയൻസ് ഉണ്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ I'll let you know. I've been working in the information and technology industry for the past 2.5 years. ഞാൻ വർക്ക് ചെയ്തത് ടെക്നോ പാർക്ക് ട്രിവാൻഡ്രത്തിലായിരുന്നു. ടെക്നോ പാർക്കിൽ വർക്ക് ചെയ്തതിൻ്റെ എക്സ്പീരിയൻസ് നിങ്ങൾക്ക് കേൾക്കാൻ ആഗ്രഹമുണ്ടെങ്കിൽ യു ക്യാൻ വാച്ച് ദാറ്റ് വീഡിയോ റൈറ്റ് നൗ.